അച്ഛനെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും വിചാരിച്ചു. ഇവ ഒറ്റൊരുത്തൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഞാൻ ഇനി ഇപ്പം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയത്തിനെ നോക്കാം. അനിയത്തി എന്തായാലും ഹോസ്റ്റലിൽ നിർത്താൻ താല്പര്യം ഇല്ല. അമ്മ പോയി കഴിഞ്ഞാൽ അച്ഛൻ കാണില്ല നമുക്ക് നല്ല ഉറപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്വഭാവം നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് നമുക്കറിയാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ജീവനോടെ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന്. ഇന്നലെ രാത്രി ഞാൻ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് അച്ഛൻ പോയി. ആരും എന്നൊക്കെ പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കണതിൻ്റെ അവസ്ഥ. എന്നിട്ട് ഇന്നലെ അവൻ എന്നെ ഉളുപ്പില്ലാതെ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടെങ്കിലും എന്ന് പറഞ്ഞ് കോൾ മീന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ ആദ്യം സംസാരിച്ച്. പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ രണ്ടു ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നമ്മൾ തെറ്റൊന്നും ഇല്ലയെന്ന് പറയണില്ല. ഒരാളെ മാത്രം കുറ്റം പറയണില്ല. നമ്മൾ രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാളൊന്ന് താന്ന് നിന്നായിരുന്നു. അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥയിൽ വരെ നിന്ന്. പിന്നെ അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥ വരെ നിന്നിട്ട് പോലും അമ്മ വാശിക്ക് തന്നെ നിന്നു. അമ്മ പറഞ്ഞ് മനസ്സ് മാറ്റിച്ചു എന്നുള്ള ഇത് നമ്മളമ്മ നമുക്കറിയാമല്ലോ. ഇത്രയും വർഷം നമുക്കറിയാമായിരുന്നല്ലോ എൻ്റെ നമ്മളമ്മയെ. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അവൻ മാറ്റിച്ചെന്ന് പറഞ്ഞാൽ അവൻ നല്ല ഇതായിരുന്നു. അവനാണ് കാരണം. അവൻ കാരണമാണ് ഇപ്പം നമ്മൾ ഇത്രയും ഇതായിപ്പോയത്. അങ്ങനെ ഇപ്പം അങ്ങനെ അങ്ങനെ സംസാരിച്ച് അവൻ വിളിച്ചുകൊണ്ടിരിക്കണം അമ്മേനെ. അമ്മ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങടുത്ത് പറഞ്ഞു കൊടുത്ത് അമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിക്കല്ലെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. കുറേ മനസ്സിലാക്കി കൊടുത്തു. മോള് പരാതി കൊടുത്തിരുന്നോ? പിന്നെ ഇപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം, ഈ കൊലപാതകം നടന്നതിന് ശേഷം ആ പരാതി നമ്മളത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയപ്പോഴും അവർ നമ്മുടെ അടുത്ത് ചോദിച്ച് നമ്മൾ ഈ ആറേക്ക് അച്ഛനും വെപ്രാളം തുടങ്ങി. അങ്ങനെ അച്ഛൻ തന്നെ വണ്ടി ഓട്ടിച്ച് നമ്മൾ ഇത്രയും പേരും കാറും കൊണ്ട് നമ്മൾ അങ്ങ് പോയി. അവിടെ എവിടെയൊക്കെ കൊണ്ട് ഒതുക്കിയിട്ടിട്ടാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു? 4 മക്കളാ? ഞാനും എൻ്റെ 2 അനിയന്മാരും ഉണ്ണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയ ആളില്ല നമ്മളോട്, അമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആദ്യം അച്ഛൻ്റെ ഒരു ഇതും കൊണ്ട് നമ്മൾ വീണ്ടും പോയപ്പോൾ അവർ പറഞ്ഞ് ആ OP എല്ലാം കൊണ്ട് കൊടുത്തു കളഞ്ഞ്, നിങ്ങൾ വരാത്തെന്താ അങ്ങനെയാണ് ഇങ്ങനെ മറിച്ച് കിടന്നൊക്കെ പറഞ്ഞ് അവിടെ നമുക്ക് ഒരു പ്രശ്നമൊക്കെ ആയി. പിന്നെയും വീണ്ടും OP ടിക്കറ്റ് എടുത്ത് വീണ്ടും എല്ലാം ചെയ്ത് ഒരു വഴിയായി. നമ്മൾ പൈസ എല്ലാം തീർന്നു. പിന്നെ ഇരുന്ന പൈസയ്ക്ക് അവിടെ നിന്ന് നമ്മളിതെല്ലാം ചെയ്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് 3 ദിവസം കിടക്കേണ്ടി വരുമെന്ന്. ആ വാശിക്ക് ഇറങ്ങിപ്പോയതിൻ്റെ വാശിക്ക് അവർ 3 ദിവസം വീണ്ടും കിടത്തി. അച്ഛനത് പറ്റൂല. അച്ഛന് അമ്മ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇതിൽ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അച്ഛൻ വരേണ്ട ആവശ്യമില്ല എന്ന് പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല എനിക്ക് അസീനെ കാണണം, അസീനത്ത് മിണ്ടണം, എനിക്ക് ഇത്രയും ദിവസം ഞാൻ പിടിച്ചിരുന്നു, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഇരുന്നപ്പോഴേക്കും 2 വെളുപ്പിൽ എത്ര ആയി സമയമൊക്കെ ആയപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരണേ. സുരേഷിന് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോൾ വന്നായിരുന്നു. പറഞ്ഞ് അച്ഛനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴേ അച്ഛൻ ഫോൺ പിടിച്ചാൽ ചോദിച്ച്, ഞാനാണ് സുരേഷ്, ബിസി കേസിന് എന്തിനായി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആര് മിസ് ചെയ്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത് കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞ് നാളെ വരുമായിട്ട് എഴുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞ് അവിടെ ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ ടെൻഷനായി. അപ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്ത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവർ കേസ് എടുക്കില്ല, അവർ വിളിക്കൂല, അമ്മേനെ വിളിക്കൂല. ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഞാനും ചേട്ടനും കൂടെ അവിടെ പോയി കൊടുത്തിട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞപ്പം നമ്മൾ സംസാരിച്ച് മോളെ പോലീസ് സ്റ്റേഷനിൽ ആൾ സംസാരിച്ചു. നമ്മൾ അമ്മയെ വിളിച്ച് അമ്മ പറഞ്ഞ് അവിടെ നിന്ന് കയറിയതേ ഉള്ളൂ, പയ്യേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അച്ഛനെ നമ്മൾ വിളിച്ച് പറഞ്ഞ അച്ഛൻ എങ്ങനെയാണ്. അപ്പോഴും കുറേ അതൊക്കെ ആയി. അച്ഛൻ അവിടെ നിന്നില്ല. 9 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അത് വലിച്ചു ഊരിക്കളഞ്ഞു. 2000 സാധനം ട്രിപ്പിടാണെങ്കിൽ ഇൻഡക്ഷനൊക്കെ ആയിരുന്നു. ആ സാധനം കൊണ്ടുവന്നിട്ട് അതൊക്കെ കൊണ്ട് ചാനലിനെ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് പൈസ കിട്ടും, കൊടുത്താൽ ആദ്യം നമ്മൾ ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്താൽ ആദ്യം എന്ന് പറഞ്ഞ് ചാനലിനെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങ് വീട്ടിൽ വന്ന് ടെൻഷൻ. അച്ഛൻ പറഞ്ഞു നമ്മുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് നേരെ സ്റ്റേഷനിൽ 4 മണിയായപ്പോൾ നമ്മൾ റെഡിയായി നേരെ വാച്ച് വിട്ട് അമ്മേനെ കാണുന്നു. അമ്മയും മോളും അവിടെ ഇരുന്ന്
അമ്മ സംസാരിക്കുന്നു. അനിയത്തിയാണെങ്കിൽ നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല, പേടിച്ച് വിറച്ചൊക്കെ ഇരിക്കും. നമ്മൾ കണ്ടപ്പോൾ നമ്മൾ നെട്ടിപ്പോയി. അല്ലെങ്കിൽ നമ്മളെ കണ്ട ഓടി വരണം. അവള് നമ്മളെ കാണുമ്പോൾ അവള് പേടിച്ച് വിറച്ചൊക്കെ നിൽക്കും. നമ്മൾ വിചാരിച്ച അവൻ ഇനി വല്ലതും ചെയ്താവും വിരട്ടിയാ അതൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ അങ്ങനെ ഇന്ന് പ്രശ്നമൊക്കെ കഴിഞ്ഞ് അവരുടെ അടുത്ത് സംസാരിച്ച് ഇവർ സംസാരിച്ച് അവർ സംസാരിച്ച് സാറ് എന്നെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി കൊടുത്തു. ഇത്ര 4 മക്കളാണ്, അവരെ ജീവിതമാണ്, നിങ്ങളെ പോട്ട് അവരെ ആലോചിക്കണം, അതാണ് ഇതെന്ന് പറഞ്ഞ് സാറ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളവിടെ സന്തോഷമായിട്ട് പോകാൻ പറഞ്ഞ് നമ്മൾ നേരെ ഇവിടെ വന്ന് അമ്മേനെ ഉമ്മീനെയും എൻ്റെ ഉമ്മീനെയും അമ്മേനെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ അനിയത്തിക്ക് വയ്യ, നല്ല വയ്യ, ഇളയ 3ാമത്തെ വയ്യായിരുന്നു, റോഷൻ വയ്യായിരുന്നു. അങ്ങനെ അവനെയും വിളിച്ചുകൊണ്ട് അവനെയും നമ്മൾ 5 പേരും കൂടെ പോയി ആശുപത്രി പോയി. ഇവിടെ ഇരുന്നപ്പോഴേ അച്ഛൻ പറഞ്ഞു, അമ്മ മിണ്ടു ചോദിച്ചു. അമ്മ മിണ്ടു. അപ്പം ഇങ്ങനെയൊക്കെ പോയതുകൊണ്ട് അതിൻ്റെ ഇതിലായിരിക്കും അമ്മ മിണ്ടാത്തേന്ന് പറഞ്ഞു. ശരി മിണ്ടാതിരുന്ന ആശുപത്രിയൊക്കെ പോയിട്ട് തിരിച്ച് വീണ്ടും വന്നപ്പോൾ അമ്മ ഇവിടെ സോഫയിൽ ഇരിക്കുന്ന, മോളവിടെ ഇരിക്കുന്നു, അച്ഛൻ ബാക്കിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴേ അമ്മ അവനെ തന്നെ അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കണം, അമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അച്ഛൻ ആദ്യം കയറി. അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അമ്മ ഇങ്ങനെ ഉണ്ട്, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വിളിക്കണ്ടെന്ന് പറയാം എന്ന് നമ്മൾ കുറേ പറഞ്ഞു കൊടുത്തു. അമ്മ മോളോട് സംസാരിച്ചിരുന്ന വീട്ടിൽ വന്നപ്പോൾ ആദ്യം സംസാരിച്ച്, പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നമ്മൾ തെറ്റൊന്നും ഇല്ലയെന്ന് പറയടില്ല, ഒരാളെ മാത്രം കുറ്റം പറയടില്ല. നമ്മൾ 2 ആളെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാളൊന്ന് താന്ന് നിന്നായിരുന്നു, അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥയിൽ വരെ നിന്ന്. പിന്നെ അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥ വരെ നിന്നിട്ട് പോലും അമ്മ വാശിക്ക് തന്നെ നിന്നു. അമ്മയും പിന്നെ 2ാം തീയതി ആയപ്പോഴേക്കും ഇളയവനും ഒട്ടുമയം കുഴഞ്ഞ്, അവന് വയ്യാത്തതുകൊണ്ട് അവനെ ആശുപത്രി കൊണ്ടുപോകാൻ അച്ഛൻ സംസാരിച്ചു. അപ്പം നീ ആരടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചത്, ഞാൻ അവൻ്റെ കൂടെ പോകാം, അവൻ്റെ കൂടെ കിടക്കും, അങ്ങനെയാണ് മറിച്ചത്. അമ്മ പറയണതൊക്കെ കേട്ടപ്പോൾ നമ്മൾ നെട്ടിപ്പോയി. എൻ്റെ മൂത്തവരാണെങ്കിൽ ഇത് കേട്ടിട്ട് അവൻ വൈകിട്ട് വന്നാണ് സംസാരിച്ചത് എൻ്റെ അടുത്ത്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അമ്മ ഇങ്ങനെയൊക്കെ മാറുമെന്ന്, അവൻ്റെ കൂടെ പോയപ്പോൾ ഇങ്ങനെയൊക്കെ മാറുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഇങ്ങനെയൊക്കെ അവൻ പറഞ്ഞ് മനസ്സ് മാറ്റിച്ചു എന്നുള്ള ഇത് നമ്മളമ്മ നമുക്കറിയാമല്ലോ, ഇത്രയും വർഷം നമുക്കറിയാമായിരുന്നല്ലോ എൻ്റെ നമ്മളമ്മയെ. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അവൻ മാറ്റിച്ചെന്ന് പറഞ്ഞാൽ അവൻ നല്ല ഇതായിരുന്നു. അവനാണ് കാരണം. അവൻ കാരണമാണ് ഇപ്പം നമ്മൾ ഇത്രയും ഇതായിപ്പോയത്. അങ്ങനെ അത് അങ്ങനെ സംസാരിച്ച് അവൻ വിളിച്ചുകൊണ്ടിരിക്കണം അമ്മേനെ. അമ്മ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു, ഇങ്ങടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങടുത്ത് പറഞ്ഞു കൊടുത്ത്, അമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിക്കല്ലെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു, കുറേ മനസ്സിലാക്കി കൊടുത്തു. മോള് പരാതി കൊടുത്തിരുന്നോ? പിന്നെ ഇപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം, ഈ കൊലപാതകം നടന്നതിന് ശേഷം ആ പരാതി നമ്മളത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയപ്പോഴും അവർ നമ്മുടെ അടുത്ത് ചോദിച്ച്, നമ്മൾ ഈ നമുക്ക് അറിയാമെന്നുള്ള ആളെ പേര് എല്ലാവരെയും ചോദിച്ച് അവിടെ എഴുതി വെച്ച്, എല്ലാം എഴുതിയായിരുന്നു നമ്മൾ ശരിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ആളിൻ്റെ പേരോ അതിൻ്റെ ആളോ ആരോ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ചെയ്തു, അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോയി, അവൻ്റെ ഒരു പേരേ വന്നിട്ടില്ല, അവൻ്റെ ഒരു പേരും വന്നിട്ടില്ല. പോലീസുകാർ തന്നെയാണോ എഴുതിയത്? പോലീസുകാരാണ്, പോലീസിലെ അവിടുത്തെ ആളാണ്. നമ്മളൊക്കെ ഒന്ന് ചോദിച്ച് അവരാണ് എഴുതിയത്. അവർ നമ്മളെ വായിപ്പിച്ച് കേൾപ്പിച്ചതാണ്. ഇന്ന ആളെ പേര് പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി എല്ലാം ചെയ്ത് കൊടുത്തതും അവിടെ പേരല്ല ഫ്രണ്ടെന്ന് പറഞ്ഞാണ് എഴുതി. പേര് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ഹരി എന്ന് പറയുന്ന ആളാണെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എല്ലാം ചെയ്ത് അവരെഴുതി തെറ്റിദ്ധരിച്ച് അവരെല്ലാം തെറ്റിപ്പോയതിനെ എല്ലാം കറക്റ്റാക്കി എഴുതി എല്ലാം നമ്മളൊന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് അവിടെ വെച്ചിട്ടാണ് നമ്മൾ നേരെ നേരെ വന്നിട്ട് നമുക്ക് ടെൻഷനായിരുന്നു. അച്ഛൻ്റെ കാര്യത്തിൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അമ്മ പോയി കഴിഞ്ഞാൽ അച്ഛൻ കാണില്ല, നമുക്ക് നല്ല ഉറപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്വഭാവം നമുക്കറിയാമെന്നുള്ളതുകൊണ്ട് നമുക്കറിയാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ജീവനോടെ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എനിക്ക് എന്നാലും അച്ഛൻ ചിലപ്പം ഉണ്ടെങ്കിൽ വന്ന് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്.
ഇന്നലെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അച്ഛൻ പോയെന്നൊന്നും ആരും പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഞാൻ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് അച്ഛൻ പോയി. ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ ചോദിച്ചു, എല്ലാവരും എന്ത് എൻ്റെ അടുത്ത് നിറച്ചച്ഛൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, നിങ്ങൾ ഈ അമ്മയുടെ അതിൽ നിൽക്കായിരുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും ഞാൻ പേടിച്ച് അച്ഛനെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് വിചാരിച്ചത്. ഇവ ഒറ്റൊരുത്താൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഞാൻ ഇനി ഇപ്പം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയത്തിനെ നോക്കാം. എന്തായാലും ഹോസ്റ്റലിൽ നിർത്താൻ താല്പര്യം ഇല്ല. ആരെയും കൂടെ പോയി നിൽക്കണമെന്നില്ല. നമുക്കൊരു വീടുണ്ട്, ആ വീട്ടിൽ നിൽക്കും. ഉമ്മി നോക്കിക്കോളും. ഉമ്മി മാത്രമല്ല, അച്ഛൻ്റെ കുടുംബത്തിൽ എല്ലാവരും നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവനെ വെറുതെ വിടാൻ നമുക്ക് പറ്റില്ല. ഇവൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഈ അരി കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. അതുകൊണ്ട് അവരെ വെറുതെ വിടല്ലത് ഞാൻ പറയണം. ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാതെ പോലീസ് ആൾക്കാരൊന്നും വിളിച്ചിട്ടുമില്ല, ഒന്നും ചോദിക്കാറില്ല. ഇതുവരെ ഈ സംഭവം നടന്നതിനെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ലേ? എന്താ ഇപ്പൊ കൊലപാതകം നടന്നതും അതിന്റെ ഭാഗമായിട്ട് മൂക്ക് എന്താണ് പറയാനുള്ളതൊന്നും പോലീസ് ചോദിച്ചിട്ടില്ലേ? പോലീസൊന്നും ചോദിച്ചില്ല. അത് ഈ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയപ്പോഴും ലോക്കും എല്ലാം എടുത്ത് ചോദിച്ചോണ്ട് പോയതാ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നപ്പോൾ ഞാൻ മാമൻ്റെ കൊടുത്ത് മാമ സംസാരിച്ച് മാമൻ പറഞ്ഞു അച്ഛനെ വണ്ടി കിട്ടിയെന്ന് മാത്രം പറഞ്ഞു. താക്കോലിന് സ്പെയർ കീ വല്ലതും ഉണ്ടാകുന്നു. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. നിന്നെ മാമന്മാരാണ് പറഞ്ഞത്, ആരാണ് കുറ്റക്കാരൻ, അവൻ്റെ കാര്യം നീ പറഞ്ഞില്ലേ, ഫ്രണ്ടൊന്നും അവൻ്റെ പേര് മാത്രം വന്നിട്ടില്ല, അമ്മേനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിതെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞപ്പോൾ അവനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അമ്മ ഇങ്ങനെ ചെയ്ത്, അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തയിലേക്ക് വന്നപ്പോൾ നമുക്കൊരു വലിയ വിഷമം. ഇവൻ കാരണമാണ് ചെയ്തത്, ഇവൻ കാരണമാണ് നമ്മളെ ഇങ്ങനെ ആയിപ്പോയത്, നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കണതിൻ്റെ അവസ്ഥ. എന്നിട്ട് ഇന്നലെ അവൻ എന്നെ ഉളുപ്പില്ലാതെ എനിക്ക് മെസ്സേജ് ഇട്ടെങ്കിലും എന്ന് പറഞ്ഞ് കോൾ മീ എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ട് എന്നെ വിളിച്ചു. ഞാൻ അപ്പോഴും നമ്മളിൽ നമ്പരില്ലാത്തതുകൊണ്ട് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ആ നമ്പർ നേരെ ഇവിടെ ഉള്ളവർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് കൊടുത്ത് അവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ പറയാതെ പറഞ്ഞു. അവൻ എന്തിനാണ് ഇത് വിളിക്കണത് അറിഞ്ഞൂടെ, ഒത്തുതീർപ്പാക്കാനാടാ, പ്രശ്നമാവാതിരിക്കാനാടാ, ഒന്നും അറിഞ്ഞൂടാ. എന്നാലും അവൻ കാരണമാണ് ഇത്രയും പ്രശ്നം ആക്കിയല്ലേ ഇതുവരെ ആക്കിയത് അവൻ കാരണം. അവനെ വെറുതെ വിടല്ലെന്ന് ഞാൻ സത്യം തന്നെ താഴ്മയായിട്ട് ഞാൻ ഇതാക്കിയത്. ഞാൻ ആരെ വേണം കാല് പിടിക്കുക, അവനെ മാത്രം വെറുതെ വിടുന്നു. അപ്പം അവൻ ഈ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. പോലീസ് വിളിച്ച് സ്ഥലത്തില്ല, ഫോട്ടോ അയച്ച് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവൻ ഇത് അറിഞ്ഞപ്പോഴേ അവൻ മുങ്ങിക്കളഞ്ഞു.